സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് ഈ കർക്കിടകത്തില് രാജയോഗം വരുന്ന നാളുകാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കർക്കിടക മാസത്തില് ചില നക്ഷത്രക്കാർക്ക് രാജയോഗം കൽപ്പിക്കപ്പെടുന്നു. കഷ്ടതകളൊക്കെ മാറി രാജയോഗം വരുന്ന നാളുകാരുണ്ട്. ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് കർക്കിടകത്തില് ഗുണമുണ്ടാവുക എന്ന് നമുക്ക് അറിയാം. ആദ്യം കർക്കിടക മാസം രാമായണ മാസമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. ആധ്യാത്മിക ഗുണങ്ങൾ ഏറെയുള്ള മാസം, ആരോഗ്യപരമായും ആത്മീയമായും കൂടി നാം പൊതുവെ ശ്രദ്ധ കൊടുക്കുന്ന മലയാള മാസം. പാരമ്പര്യ ചിട്ടകൾ പാലിക്കുന്നവർക്ക് കർക്കിടകം ഏറെ പ്രാധാന്യമാണ്. മരുന്നുകൾ കഴിച്ച് ശരീരത്തെ ശക്തിപ്പെടുത്തുന്നവർക്കൊപ്പം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിലൂടെ രാമായണ പാരായണം പോലെയുള്ളവയിലൂടെ മനസ്സ് ശാന്തമാക്കുന്ന, ഏകാഗ്രമാക്കുന്ന സമയം കൂടിയാണിത്. കർക്കിടക കഷ്ടതകളൊക്കെ ഇത്തരം കാര്യങ്ങളിലൂടെ നീക്കാമെന്നാണ് പൊതുവായിട്ടുള്ള വിശ്വാസം. ജ്യോതിഷപരവും ഈ മാസത്തിന് ചില പ്രത്യേകതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കർക്കിടക മാസത്തില് ചില നാളുകാർക്ക് നല്ല ഫലങ്ങൾ കൽപ്പിക്കപ്പെടുന്നു. ഏതെല്ലാം നാളുകാർക്കാണ് കർക്കിടകം നല്ല ഫലങ്ങൾ നൽകുന്നതെന്നറിയാം. നക്ഷത്രം അശ്വതിയാണ്. ഇവർക്ക് ഏതൊരു കാര്യവും തടസ്സങ്ങളില്ലാതെ നടക്കുന്ന മാസമാണ്. ഈശ്വരാനുഗ്രഹം ഏറെയുള്ള നാളാണിത്. മഹാഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മാസമാണിത്. ഏറെ നേട്ടമുണ്ടാകുന്ന സമയം, ഭാഗ്യമുണ്ടാകുന്ന സമയം. കർമ്മസംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറി ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാലും ആ കാര്യം വിജയിക്കും. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഗണപതിക്ക് വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. അടുത്തത് ഭരണിയാണ്. ഭരണി നാളിലും കർക്കിടക മാസം ഐശ്വര്യദായകമാണ്. പലതരം ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. കുടുംബാന്തരീക്ഷം നന്നായി വരും. മികച്ച ഫലങ്ങൾ ഈ നാളുകാർ ഈ മാസത്തിൽ ഫലമായി വരും. അനാഭിവൃദ്ധി ഫലമായി വരും. പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകും. ഇവർക്ക് കോടീശ്വര യോഗം ഉണ്ടാകും. അധ്വാനം കൊണ്ട് ഉയർച്ചയും ഗുണഫലങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ഉന്നതിയും ഈശ്വരാനുഗ്രഹം ഒക്കെ ഉണ്ടാകും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർക്കും ഉദിച്ചൊരാളുടെ കാലഘട്ടമാണ് വരുന്നത്. സർവൈശ്വര്യവും ഇവർക്ക് ഫലമായി പറയുന്നു. ഈ നാളുകാർ വീട്ടിലുള്ളവർക്ക് എല്ലാ ഐശ്വര്യവും ഫലമായി വരും. നേട്ടങ്ങൾ ഏറെ ഉണ്ടാകുന്ന സമയമാണ്. ഉയർന്ന വരുമാനം ഉണ്ടാകും. ഇനി വരുന്ന സമയം ഇവർക്ക് അനുകൂലമായി വരും. ഉന്നതിയിലേക്ക് കടക്കുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് വരുന്നത് ഇവർക്ക് രാജയോഗവും പറയുന്നു. ഇത്തരം യോഗം എങ്കിലും സകല രീതിയിലും ഉയർച്ച ഉണ്ടാകുന്നതായി പറയാം. ഇവർക്ക് സാമ്പത്തിക നേട്ടവും ഫലമായി വരുന്നു. ഇവർക്ക് കോടീശ്വരയോഗമുള്ള സമയമാണ് വരുന്നത്. അടുത്തത് ഉത്രം നാളുകാരാണ്. ഉത്രം നാളുകാർക്ക് സർവൈശ്വര്യവും വരുന്ന മാസമാണ് കർക്കിടകം. ഇവർക്ക് ശത്രുദോഷം മാറുന്ന കാലഘട്ടമാണിത്. ശത്രുദോഷം അകന്നുപോയി സർവൈശ്വര്യം വരുന്ന സമയമാണിത്. സുഹൃത്തുക്കളുടെ സഹായവും സഹകരണവും ഒക്കെ എപ്പോഴും ഉണ്ടാവും. അവർക്ക് നല്ല രീതിയിൽ സമയം ചെലവഴിക്കാനും സന്തോഷിക്കാനും ഒക്കെ സാധിക്കും. കുടുംബ സംബന്ധമായ ഉയർച്ചയുണ്ടാകും. വിദേശവാസ യോഗവും കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അലസത മാറി പഠന താല്പര്യവും അതിന്റെ ഗുണവും ഒന്നു ചേരുന്നു. ഇവർക്ക് ഐശ്വര്യപൂർണമായ അവസരം വന്നു ചേരും. അടുത്തത് അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ സമയമാണ് വരുന്നത്. ഇവർക്ക് ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് നല്ല സമയം വരുന്നു. എല്ലാവിധ സമ്പൽ സമൃദ്ധിയും വരുന്ന കാലഘട്ടമാണ്. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വരുന്ന സമയമാണ്. പലപ്പോഴും അനുഭവിച്ച ദുഃഖങ്ങൾ നീങ്ങി സാമ്പത്തിക മേഖലയും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും. ജീവിതത്തിൽ പല രീതിയിൽ ഐശ്വര്യവും ഉന്നമനവും ഒക്കെ വന്നു ചേരും. സന്തോഷപൂർണമായ പല സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇവർക്ക് മിന്നുന്ന വിജയമുണ്ടാകും. ഇവർക്ക് സാമ്പത്തിക നേട്ടവും ഫലമായി പറയുന്നു. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് പലതരത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്ന സമയമാണിത്. ദുഃഖങ്ങൾ ഉണ്ടായി ജീവിതം കരകയറാൻ പോകുന്ന സമയമാണ്. മികച്ച നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഫലമായി പറയുന്നു. വിഷമതകൾക്കും ദുഃഖങ്ങൾക്കും അവധി നൽകി ഉയർച്ച വരുന്ന സമയമാണ്. ഇവർക്ക് സാമ്പത്തിക നേട്ടവും ഫലമായി പറയുന്നു. പൂയൻ നക്ഷത്രക്കാർക്കും നേട്ടങ്ങളാണ് വരുന്നത്. മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് വരുന്നത്. സമ്പൽ സമൃദ്ധമായ ഐശ്വര്യ സമ്പുഷ്ടമായ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഉയർന്ന വരുമാനം ഫലമായി പറയുന്നു. എല്ലാ മേഖലയിലും ഐശ്വര്യവും സമൃദ്ധിയും സാമ്പത്തിക മുന്നേറ്റവും എല്ലാം ഫലമായി പറയുന്നു. നേട്ടങ്ങൾ ഒരുപിടി ലഭ്യമാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഐശ്വര്യം ഉണ്ടാകും. അടുത്തത് മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്രത്തിന് ഭാഗ്യം കൂടെ നിൽക്കുന്ന സമയമാണ്. ഇവർക്ക് ഒരുപിടി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ വിധത്തിലെ ഐശ്വര്യങ്ങളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങളും ഫലമായി ലഭിക്കുന്നു. ഐശ്വര്യവും സമൃദ്ധിയും സാമ്പത്തിക നേട്ടവും എല്ലാം ഉണ്ടാകുന്നു. തൊഴിൽ നേട്ടം, കാര്യവിജയം എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് ഫലമായിട്ട് വരുന്നു. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാർക്കും ഏറെ ഐശ്വര്യം ഉണ്ടാകുന്ന, സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. നേട്ടങ്ങൾ ഒരുപിടി ലഭ്യമാകുന്ന സമയമാണിത്. എല്ലാ രീതിയിലും ഐശ്വര്യം ഉണ്ടാകും. ഉയർച്ചകളും ഐശ്വര്യവും എല്ലാം ഉണ്ടാകുന്ന സമയമാണിത്. ഈശ്വരാനുഗ്രഹം ഏറെ ഉണ്ടാകുന്ന കാലമാണിത്. മികച്ച ഫലങ്ങൾ ഈ മാസത്തിലെ ഫലമായി വരും. പലതരത്തിലെ ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്ന സമയമാണിത്.
ദുഃഖങ്ങൾക്ക് പരിഹാരമായി ജീവിതം കരകയറാൻ പോകുന്ന സമയമാണ് ഇത്. അടുത്തത് പൂരാടമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് അടുത്തത് ഇവർക്കും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഉണ്ടാകും. ഇവർക്ക് സഹോദരങ്ങൾ നിമിത്തം ഉയർച്ച ഉണ്ടാകും. ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചയും അതുപോലെ സൗശ്വര്യവും എല്ലാം ഉണ്ടാകുന്ന സമയമാണിത്. ഈശ്വരാനുഗ്രഹം ഏറെ ഉണ്ടാകുന്ന കാലമാണിത്. മികച്ച ഫലങ്ങൾ ഈ മാസത്തിൽ ഫലമായി വരും. ധനാഭിവൃദ്ധി ഫലമായി വരുന്നു. തൊഴിൽ മേഖലയിൽ ഗുണകരമായ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിൽ വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനാഭിവൃദ്ധിയും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒക്കെ നേടാൻ പോകുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.